പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുമുള്ള തിരുവചനങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ധൂർത്തപുത്രന്റെ ഉപമ. ധൂർത്തപുത്രൻ അവകാശം ആവശ്യപ്പെടുന്നു. അപ്പനിൽ നിന്നും അത് ധൂർത്തടിച്ചു കളയുന്നു. എല്ലാം തീർന്നു കഴിയുമ്പോൾ പന്നികളെ മേയ്ക്കുവാനായിട്ട് പോവുകയാണ്. പന്നികളെ മേയ്ക്കുന്ന സമയത്താണ് സ്വന്തം അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. തൻ്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ സുരക്ഷിതമായ ആഹാരം കഴിക്കുന്നു. എന്നാൽ ഇവിടെ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം പോലും അവൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ വച്ച് വിളമ്പുന്നുണ്ട് ഓരോ ദിവസവും. നമ്മളത് മനസ്സിലാക്കാതെ നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ നമ്മൾ നശിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ പിതാവായ ദൈവം നമ്മളെ എത്രയോ വാത്സല്യത്തോടു കൂടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ മാനസാന്തരം മാത്രം മതി. നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ 7 സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് ഒരിക്കലും വർണ്ണിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവസ്നേഹം നമ്മൾക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവർക്കും ആഗ്രഹമുണ്ടാകും ദൈവത്തിലോട്ട് വരുവാനായിട്ട്. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.